ആക്ച്വലി മാഡം എത്ര വർഷമായിട്ട് ഈ ക്യാമ്പസിൽ പ്രിൻസിപ്പളായിട്ട്? ഞാൻ ഫറാനിൽ ഇപ്പോൾ ഒരു 12 years ആയിട്ട് വർക്ക് 12 years ആയിട്ടുണ്ടോ? ഓക്കെ. ആദ്യമേ ലെക്ചറായിട്ടാണ് ജോയിൻ ചെയ്തത്, പിന്നെ ലൈക്ക് പ്രൊമോഷൻസായി പ്രിൻസിപ്പളായിട്ട് ഇപ്പോൾ ഒരു 6-7 years ആയി. ഓക്കെ. നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡൻസ് മെജോറിറ്റി മജോറിറ്റി നമുക്ക് മലയാളീസ് ആണ് വരുന്നത്. പിന്നെ 1 or 2 ലൈക്ക് ഇൻ നോർത്ത് ഈസ്റ്റ് നേപ്പാളീസ്, അങ്ങനെ മജോറിറ്റി മലയാളി പിള്ളേരാണ്. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ? നമ്മുടെ നാട്ടിൽ ഇരിക്കുന്ന ഫീലുണ്ടോ? പിള്ളേർ ലൈക്ക് ഇപ്പം ഏർലിയർ നമുക്ക് കുറച്ച് നേപ്പാളി പിള്ളേരുണ്ടായിരുന്നു, ഇപ്പം എല്ലാം മലയാളീസാണ് വരുന്നത്. ഇപ്പം നല്ല പിള്ളേരാണ്, ലൈക്ക് നല്ലതായിട്ട് പഠിക്കുന്ന നല്ല പിള്ളേരാണ് കിട്ടുന്നത്. എല്ലാം നല്ല ഹൈ പെർസെൻറ്റേജ് 80 above ഒക്കെ ഉള്ള നല്ല പിള്ളേരാണ് വരുന്നത്. അപ്പം നമ്മളുടെ ക്ലാസ്സസ് ആണെങ്കിലും നമ്മൾ ലൈക്ക് ഇവിടെ ക്ലാസ്സിൻ്റെ കാര്യത്തിലൊക്കെ നല്ല സ്ട്രിക്റ്റ് ആണ്. ചെയർമാൻ സാർ അതിനെല്ലാം നല്ല സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ നല്ലതായിട്ട് നമ്മൾ ടീച്ചേഴ്സ് അതിനായിട്ട് എല്ലാം നല്ല ക്വാളിഫൈഡ് ടീച്ചേഴ്സാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ നല്ലതായിട്ട് ക്ലാസ് എടുത്ത് ആ ഒരു ക്ലാസ് കഴിഞ്ഞ് അതിൻ്റെ നോട്ട്സ് കൊടുത്ത് അങ്ങനെ നമ്മൾ പിള്ളേരെ നല്ലതായിട്ട് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ എപ്പോഴും നമുക്ക് സക്സസ് റേറ്റ് ഒത്തിരി ഹൈ ആണ് നമുക്ക്. അപ്പോൾ റിസൾട്ട്സ് വരുമ്പോഴത്തേനും മിക്കവാറും നമുക്ക് 100% റിസൾട്ടാണ് കിട്ടുന്നത്. പിന്നെ അവിടെ ഇവിടെ 1-2 സബ്ജക്റ്റ് പോയാലേ ഉള്ളൂ, നല്ല റിസൾട്ട്സ് ആണ് എല്ലാ പ്രാവശ്യവും നമുക്ക്. കുട്ടികളോട് ചോദിച്ചപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ ഇവിടെ ഡെയിലി 2 hours അവർക്കൊരു സ്റ്റഡി ടൈം ഉണ്ട്, വാർഡൻ നല്ല സ്ട്രിക്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. മാം, ഇനി നമുക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പല നഴ്സിംഗ് കോളേജ് കാണുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ക്യാമ്പസിൽ ഞങ്ങൾ നോക്കിയിട്ട് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഇല്ല, പക്ഷേ ഹോസ്പിറ്റൽ ടൈപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ആണ്. അപ്പോൾ ഏതൊക്കെ ഹോസ്പിറ്റൽസ് ആണ് ടൈപ്ഡ് ആയിട്ടുള്ളത്, എങ്ങനെയാണ് ഇവർക്ക് ഒരു ക്ലിനിക്കൽസ് പോസ്റ്റിംഗ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു. നമ്മൾ ഇവരുടെ സ്പെഷ്യാലിറ്റിയുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് അതിൻ്റെ സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽസിലാണ് വിടുന്നത്. അപ്പോൾ നമ്മൾ ഈ മെൻ്റൽ ഹെൽത്ത് സൈക്യാട്രി ഒക്കെ വരുമ്പോൾ അതിന് നമുക്ക് സ്പന്ദന ഹോസ്പിറ്റലുണ്ട്. പിന്നെ ഈ ചൈൽഡ് ഹെൽത്ത് പീഡിയാട്രിക്കിന് വരുമ്പോഴത്തേനും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ഹെൽത്ത് എന്ന് പറയുന്ന ഹോസ്പിറ്റൽ, ഇതെല്ലാം ഗവൺമെൻറ് ഹോസ്പിറ്റൽസാണ്. പിന്നെ അതുമാത്രമല്ല നമുക്ക് ഈ മെഡിക്കൽ സർജിക്കലിന് വേണ്ടി നമുക്ക് അടൽ ബിഹാരി വാജ്പേയി എന്ന് പറഞ്ഞൊരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അവിടെ നമുക്ക് ടൈപ്പ് ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ പിള്ളേരെ വിടുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന എല്ലാം തന്നെ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ആണ്. പിന്നെ ഇപ്പം നമ്മൾ ഓൾറെഡി ഒരു പാരന്റ് ഹോസ്പിറ്റൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഒരു 100-150 ബെഡിൻ്റെ ഒരു പാരന്റ് ഹോസ്പിറ്റൽ നമ്മളിപ്പോൾ ഈ വർഷം റീസെൻ്റ്ലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്കായിട്ട്. ഓക്കെ ഓക്കെ. ഇനി എന്താണ് മാഡത്തിന് നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ കണ്ടിട്ട് വരുന്ന കുട്ടികളോട് പറയാനുള്ളത്? നമ്മുടെ ക്യാമ്പസ് പറയുവാണെങ്കിൽ ആക്ച്വലി ഞങ്ങളുടെ കോളേജ് ഒത്തിരി ഒരു പഴയ കോളേജാണ്, 1991 സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ മോർ ദാൻ 30 years ആയി, 34-35 years ആയ ഒരു കോളേജാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ എത്ര വർഷമായിട്ട് ഞങ്ങൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോളേജാണ്. അപ്പോൾ അഡ്മിഷൻസൊക്കെ എല്ലാ വർഷവും ഫുള്ളാണ്. സോ ഇഫ് യു ആർ ആസ്പയറിംഗ് ഫോർ എ നഴ്സിംഗ്, ലൈക്ക് ഒരു നേഴ്സായിട്ട് ഒരു ഫ്യൂച്ചറായിട്ട് ഇഫ് യു ആർ ആസ്പയറിംഗ്, ഐ തിങ്ക് ദിസ് വിൽ ബി ദ ബെസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, യു ക്യാൻ കം ഓവർ ടു ഫറാൻ. സോ യു വിൽ ഹാവ് എ ഗുഡ് ആംബിയൻസ് ഓവർ ഹിയർ, വെരി പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. വി ഹാവ് വെൽ എക്യുപ്ഡ്